ശ്രീ മധു മണിമല, ഇപ്പോൾ SIT-യുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങുന്നു. പോറ്റിയുടെ ജാമ്യവും നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. പുറത്തേക്കിറങ്ങും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പക്ഷെ പുറത്തിറങ്ങിയാലും കുറ്റവാളികൾ രക്ഷപ്പെടില്ല എന്ന് കോടതി പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ? ഇന്നലെ ഞാനും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീ TK രാജഗോപാൽ സാറും ഇവിടെ പങ്കുവച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഇന്നത്തെ ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു വർഷമാണിത്. ഈ 2026 1951 മെയ് മാസം 18-ാം തീയതിയാണ് ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിക്കപ്പെട്ടതിന് ശേഷം കണ്ഠര് ശങ്കരര് ശബരിമലയിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത്. ആ പുനഃപ്രതിഷ്ഠയുടെ 75-ാമത്തെ വാർഷികമാണ് 2026 മെയ് മാസം 18-ാം തീയതി. ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ 75-ാമത്തെ വാർഷികത്തിലാണ് ഈ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച 3 പ്രധാനപ്പെട്ട ആൾക്കാർ, 3 പേരോട് എനിക്ക് ഏറെ സ്നേഹവും ബഹുമാനവുമുണ്ട്. അവർ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുകയാണ്. അവരിവിടെ പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായമാണോ, അവർ പ്രതിനിധീകരിക്കുന്ന കക്ഷികളുടെ അഭിപ്രായമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക ആഭിമുഖ്യമോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ എനിക്കില്ല. ഞാനൊരു ഭക്തനാണ്. അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ അയ്യപ്പ ഭക്തരെ പ്രതിനിധീകരിച്ച് മാത്രമാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ SIT-യുടെ അന്വേഷണത്തിൽ അല്ലെ ഹൈക്കോടതിയുടെ നിഗമനത്തിൽ ഹൈക്കോടതിയോടും SIT-യോടും ഒപ്പം അന്ന് മുതൽ ഇന്ന് വരെ നിലയുറപ്പിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഈ കേസ് ആരൊക്കെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും അല്ല ആരൊക്കെ പുറത്തിറങ്ങിയ സ്വാഭാവിക ജാമ്യം ലഭിച്ച് ആരൊക്കെ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാലും ഒറ്റ കുറ്റവാളി പോലും രക്ഷപ്പെടുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ഓരോരുത്തരും പറഞ്ഞു, SIT-യിലുള്ള ആരോപണം പറഞ്ഞു. കാരണം അവർക്കുള്ള പരിമിതികൾ എന്താണെന്ന് ഈ പറയുന്നവരാരും തന്നെ മനസ്സിലാക്കുന്നില്ല. ഇഞ്ചക്കൽ പോയി ആ SIT-യുടെ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക, അവർക്കുള്ള പരിമിതികളെക്കുറിച്ച് മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏറ്റവും നല്ല ടീമിനെ നോക്കിയാണ് SIT-യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ SIT-യെ രൂപീകരിച്ചതിന് ശേഷം അവർക്കൊരു ഓഫീസ് സംവിധാനമോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഉള്ള പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ അന്വേഷണം പൂർത്തിയാക്കുന്നത്. ഇതിനോടകം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 200ഓളം പേരെ ചോദ്യം ചെയ്ത് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുറഞ്ഞ സമയപരിധിക്കുള്ളിലാണ് ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളും ശരിയാണോ തെറ്റാണെന്ന് അവർ അന്വേഷിച്ച് വേണം കണ്ടെത്താൻ. അന്വേഷിച്ച് കണ്ടെത്താൻ സമയമെടുക്കും. അന്വേഷിച്ച് കണ്ടെത്തി ഓരോ തെളിവുകളും കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാൻ. അതിനുള്ള സമയപരിധിയാണ് എടുക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണം ഉണ്ട്, അല്ലെ സർക്കാരിൻ്റെ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ തുറന്നു പറയുകയാണ്. SIT-യുടെ SP എന്ന് പറയുന്നയാൾ ശശിധരൻ സാറാണ്. അദ്ദേഹം തൃശ്ശൂരിൽ മുൻ IG S ഗോപിനാഥ് സാറിൻ്റെ സബോർഡിനേറ്റായിട്ട് DYSP ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞു, യാതൊരു കാരണവശാലും ഒരാൾക്കും സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിയല്ല, ആരുടെയും സമ്മർദ്ദത്തിനോ പ്രലോഭനത്തിനോ വഴങ്ങുന്ന വ്യക്തിയല്ല. ഏറ്റെടുക്കുന്ന ജോലി എന്തായാലും കൃത്യമായിട്ട് ആ അന്വേഷണം മികവ് പുലർത്തി തന്നെ ആ കേസ് അദ്ദേഹം അവസാനിപ്പിക്കും. അത്രയ്ക്ക് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരാളാണ് SIT-യുടെ SP. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് എനിക്ക് കിട്ടിയ വിവരങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞ വിവരങ്ങൾ, എനിക്ക് പരിചയമുള്ള സാക്ഷികളെ ഒക്കെ ഞാൻ അവിടെ കൊടുത്തതാണ്. അവരതേക്കുറിച്ചെല്ലാം വിശദമായിട്ട് അന്വേഷണം നടത്തി. ഇപ്പം മധുമണിയുടെ ഒരു കേസ് ഒരു തെളിവ് കൊണ്ട് കൊടുത്താൽ അതേ കണ്ടെത്തി അന്നേരം തന്നെ പ്രതികളെ പിടിച്ച് അറസ്റ്റ് ചെയ്യല്ല. ഞാൻ കൊടുക്കുന്ന ഓരോ തെളിവുകളെക്കുറിച്ചും വളരെ വിശദമായിട്ട് അവർ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് അവർ കുറ്റവാളികളെ കണ്ടെത്തുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ശബരിമല തന്ത്രിയാണ് ഇതിനകത്ത് 1-ാം പ്രതി എന്ന് പറഞ്ഞു. മധുമണിവരെ പറഞ്ഞ ഉടനെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തോ? ഇല്ല. തന്ത്രിക്കെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ, ഞാൻ കൊടുത്ത തെളിവുകൾ അവർ എത്ര ദിവസം എടുത്തു അത് കണ്ടെത്താൻ? അവർ ആദ്യം തന്ത്രി പറഞ്ഞെന്താണ്, എനിക്ക് 5-6 വർഷമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ച് കണ്ടറിയാം. അതിനുശേഷം എൻ്റെ മകൻ്റെ കല്യാണം വന്നപ്പോൾ ശബരിമല എല്ലാവരെയും ക്ഷണിച്ചു, ആ കൂട്ടത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു. ഇതാണ് അദ്ദേഹം ചാനലുകാരോട് പറഞ്ഞതും SIT-യുടെ ആദ്യത്തെ അന്വേഷണത്തിൽ പറഞ്ഞതും. അതിനുശേഷം അത് SIT-ക്ക് ഞാൻ സമർപ്പിച്ച ഒരു കത്തുണ്ട്, SC ശങ്കരൻ നമ്പൂരി എന്ന മുൻ ശബരിമല മേൽശാന്തിയുടെ കത്ത്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ SIT നേരിട്ട് അന്വേഷിച്ചു. SIT നേരിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഈ 5-6 വർഷത്തെ പരിചയം എന്ന് പറഞ്ഞ് 22 വർഷത്തെ പരിചയം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും രാജീവ് തന്ത്രിയും കൂടി ഉണ്ടായിരുന്നു എന്ന് SIT മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ശബരിമല ക്ഷേത്രത്തിലെ പുരോഹിതനാണ്. ഞാൻ പറഞ്ഞല്ലോ 75-ാമത്തെ വർഷമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നും എന്താണെന്നും അയാളുടെ സ്വഭാവം എന്താണെന്നും മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്ന രാജീവ് തന്ത്രിക്ക് മാത്രമാണ്. രാജീവ് തന്ത്രിയുടെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് 2007 അയാൾ ശബരിമല വന്നത്. ഇവിടെ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് കടകംപള്ളി സുരേന്ദ്രനാണ്
പ്രയാർ ഗോപാലകൃഷ്ണനാണ് എന്നൊക്കെ പലരും പല ചർച്ചയിലും പറഞ്ഞു കേട്ടു. പക്ഷേ 2007 മണ്ഡല മകരവിളക്ക് കാലയളവിലാണ് ആലപ്പുഴ സ്വദേശിയായ മാധവൻ പോറ്റിയുടെ സഹായിയായിട്ട് ഈ രാജീവ് തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ അവതരിപ്പിക്കുന്നത്. അന്നു മുതൽ അയാൾ ആദ്യമായിട്ട് അയാൾ ശബരിമല വരുമ്പോൾ അയാൾക്ക് മുണ്ടും ഷർട്ടുമായിരുന്നു വേഷം. പിന്നീട് അയാൾ പാൻറ്റും ടീഷർട്ടുമായി. പിന്നീട് അയാൾ സ്പോൺസറായിട്ട് വരുമ്പോൾ അയാളുടെ വേഷം പൈജാമയും കുർത്തയുമായി. ഇതിനകത്ത് ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയോ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും പറയുന്നില്ല. ശബരിമലയെ സംബന്ധിച്ചോളം ശബരിമല നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തു പറയാൻ ഒരു ഭക്തൻ എന്നുള്ളത് എനിക്ക് വളരെയേറെ വിഷമമുണ്ട്, വളരെയേറെ വേദനയുണ്ട്. പക്ഷേ പറയാതെ വയ്യാത്ത അവസ്ഥയിലെത്തി. ഇപ്പം തന്ത്രി മാത്രമല്ല, തന്ത്രിയോടൊപ്പം തന്നെ ഇതിനകത്ത് സമാന കുറ്റം ചെയ്തിരിക്കുന്ന ആളാണ് ASP കുറുപ്പ്. കേരള ഹൈക്കോടതി വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ച ASP കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇടപെടൽ, അദ്ദേഹമായിട്ടും ഈ ക്ഷേത്ര കൊടിമരത്തിൻ്റെ ശില്പിയായിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വിലപിടിപ്പുള്ള ആണ് ശബരിമല ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന മണികൾ. ആ മണികൾ ശബരിമലയിൽ നിന്ന് നീക്കം ചെയ്തു. ഞാൻ ASP കുറുപ്പിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അതിൻ്റെ നാക്ക് ശരിയല്ലായിരുന്നു, അതിൻ്റെ നാദം ശരിയല്ലായിരുന്നു, അത് മാറ്റാൻ വേണ്ടി നാക്കിടാൻ വേണ്ടിയിട്ട് അനന്തനാചാര്യയുടെ ആലയിലേക്ക് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. കാരണം ഒരു നാക്ക് കേടുവന്നെങ്കിൽ പമ്പയിലായിരുന്നാണ് കൊടിമരത്തിൻ്റെ മുഴുവൻ പണികളും നടന്നത്. പമ്പയിൽ വെച്ച് തന്നെ പണിയാമായിരുന്നു. പക്ഷേ ശബരിമല ക്ഷേത്രത്തിലെ 1950 ശബരിമല ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമായിരുന്ന പഞ്ചലോഹ വിഗ്രഹം തട്ടി ഉടയ്ക്കപ്പെട്ടു. ആ വിഗ്രഹത്തിൻ്റെ നൂൽക്കമ്പിയിട്ട് കെട്ടിയിട്ടാണ് വടക്കെടുത്തില്ല ഈശ്വരൻ നമ്പൂതിരി എന്നയാൾ മാവേലിക്കര, അന്ന് അദ്ദേഹമായിരുന്നു മേശാന്തി, അദ്ദേഹം ബാലാലയ പ്രതിഷ്ഠ നടത്തി. ആ വിഗ്രഹം അവിടെ വെച്ച് തന്നെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ആ മണി ഉണ്ടാക്കിയത്. അപ്പോൾ ശബരിമല ക്ഷേത്രത്തിൻ്റെ അയ്യപ്പൻ്റെ ചൈതന്യം ഉൾപ്പെടുന്ന മണിയാണ് അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ശബരിമലയെ പറ്റി പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അവയിലേക്കൊന്നും അന്വേഷണം എത്തുന്നില്ല. ഇവിടെ രാഷ്ട്രീയമാണ് മുഖ്യം. ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ് മുഖ്യം. അയ്യപ്പനെക്കുറിച്ച് പറയാൻ, ശബരിമലയെക്കുറിച്ച് പറയാൻ, ശബരിമലയെക്കുറിച്ച് അറിയാൻ എല്ലാ ഭക്തർക്കും അവകാശമുണ്ട്. അത് പറയാനുള്ള അവസരം എനിക്ക് തന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 2026 മെയ് 18 എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പുറത്തു വിടുകയാണ് ഈ വിവരം. 2026 മെയ് 18 ശബരിമല ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടന്നതിന് 75ാം വാർഷികമാണ്, പ്ലാറ്റിനം ജൂബിലി ഇയറാണ്. ഈ വർഷത്തിൽ തന്നെ ഇതിനുള്ള സത്യം പുറത്തു വരും, അയ്യപ്പൻ പുറത്തു കൊണ്ടുവരും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ശരി, പുനഃപ്രതിഷ്ഠാ വർഷത്തിൽ സത്യം തെളിയട്ടെ. Debate with Smriti Parathikkad.